രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നാൾ വാഴേണം ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ കാണു വീണു വന്നിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നാൾ വാഴേണം. ഉണ്ണിമിശിഹ നമ്മുടെ പുൽക്കൂട്ടില് ജനിക്കാൻ ഇടയായത് ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവാണ് നമ്മുടെ മക്കൾക്ക് വെളിച്ചവും ജീവനും എന്നതിന്റെ സൂചനയായിട്ട് നമ്മുടെ മക്കള് ഇപ്പോൾ ആദ്യമായി ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരി കത്തിക്കാൻ, അവരുടെ കരങ്ങളിലുള്ള തിരി കത്തിക്കാൻ പോവുകയാണ്. കരങ്ങളിലുള്ള കാഴ്ച വസ്തുക്കള് താഴെ വയ്ക്കുക. അവർ ചെയ്ത വ്രത വാഗ്ദാനങ്ങളെ, മാമോദീസയിൽ ചെയ്ത വ്രത വാഗ്ദാനങ്ങളെ ഇപ്പോൾ നവീകരിക്കാൻ പോവുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഉത്തരം പറയുക. വാത്സല്യ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദീസ വഴിയാണ് തിരുസഭയിലെ ഏകപുത്രനായ ഈശോമിശിഹായെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങളുടെ തലപ്പെട്ടപ്പനും തലപ്പെട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? കൈകളിലുള്ള തിരികള് നിങ്ങൾക്ക് എടുത്ത കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാമോദീസായി ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മനോഹരമായ വസ്ത്രങ്ങൾ കൊണ്ട് ഇന്ന് അലങ്കരിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവിനെ പ്രസാദകരത ദൈവം ഇന്ന് ധാരാളമായി അലങ്കരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം ഭക്ഷിക്കുവാൻ നിങ്ങൾ ഒരുക്കുകയും ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ അനുവദിക്കുകയും ചെയ്യുകയും തുടർന്ന് ഈ 38 കുട്ടികളുടെയും മാതാപിതാക്കന്മാരെ അവരുടെ മക്കളെ ദൈവത്തിന് സമർപ്പിക്കുവാൻ പോവുകയാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മാതാപിതാക്കന്മാരും സമൂഹം മുഴുവനും ഏറ്റിടാൻ ശ്രമിക്കും. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും
ഉത്തരവാദിത്വം വഹിക്കാനുള്ള ചുമതല അവരാരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ അവരുടെ ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയുമായി തീരുവാൻ അവരെ ഞങ്ങൾ ഈ സ്നേഹത്തിലേക്ക് ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും എല്ലാ ദിവസവും വിശുദ്ധ ബലിപീഠത്തിൽ അവിടുന്ന് ആവർത്തിക്കുന്നതുമായ ആ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം കൊണ്ട് അവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ അവരെ ഒരിക്കലും അനുവദിക്കരുതേ. അവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ അവർ വന്നെത്തട്ടെ. അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. മാത്യു ജോർജ്, നിമ്മി ഡേവിസ്, ടിറ്റു ജോയ്, വർഗീസ് ജോർജ് എന്നീ കുഞ്ഞുമക്കൾ ഇന്ന് ആദ്യമായി ഈശോയെ സ്വീകരിക്കുമ്പോൾ അവരുടെയും അവരുടെ കുടുംബങ്ങളിലും ഈശോയുടെ സാന്നിധ്യം ഇന്നും എന്നും എല്ലായ്പ്പോഴും അനുഭവിക്കാനായിട്ട് ഇടവരുത്തണമേ എന്ന് Thank you.
തോന്നിയേക്കാം. പിശാചിന്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമപ്പെടുത്തിയെങ്കിലും ആ കെണിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാവുന്നതാണ്. നമുക്കുള്ളത് മുഴുവനും ദൈവത്തിന്റെ ദാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, ഈ ദൈവദാനമായി നൽകിയ നമ്മുടെ മക്കൾക്ക് ഏത് മനോഭാവമാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ ചോദിച്ചത്. കർത്താവിന്റെ ദാസിയുടെ മനോഭാവം നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുവാനുള്ള വിചാരിച്ചുകൊണ്ട് സുവിശേഷം ശ്രവിക്കാൻ എണീറ്റിൽ നിന്ന് ഗാനം ആരംഭിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ഏതാണ്ട് 38 പിരിച്ചോമനകൾ തങ്ങളെ തന്നെ ഒരുക്കി ഈശോയെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് വിഷയപ്പെടുത്തുവാൻ വേണ്ടി താബോറിന്റെ ഗീതാഞ്ജലിയിലെ 1-2 വാചകങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്. എനിക്ക് അങ്ങയെ മതി, അങ്ങയെ മാത്രം മതി. ഈ വാക്കുകൾ എന്റെ മനസ്സിൽ ഹൃദയത്തിൽ മന്ത്രിക്കുവാൻ ഇടവരട്ടെ. മോഹാന്തനായ ഞാൻ പലതിനും വേണ്ടി ചുറ്റിക്കറങ്ങുന്നു. അതെല്ലാം മിഥ്യയാണ്, വെറും മിഥ്യ. എനിക്ക് അങ്ങയെ മാത്രം ലഭിച്ചാൽ മതി. രാത്രി വെളിച്ചത്തിന് വേണ്ടിയുള്ള തന്റെ ആഗ്രഹത്തെ ഒളിച്ചു വയ്ക്കുന്നത് പോലെ അഗാധമായ എന്റെ മോഹങ്ങൾക്കിടയിലും ഞാൻ അങ്ങയെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തതയെ ഭക്ഷിക്കുന്ന കൊടുക്കാറ്റും ഉള്ളിൽ ആശിക്കുന്നത് ശാന്തിയാണ്. അങ്ങയെ വേദനിപ്പിക്കുമ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത് അങ്ങയെ തന്നെയാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിലൂടെ നാം കടന്നുപോയി അവസാനം ടാഗോർ പറയുകയാണ്, എനിക്ക് അങ്ങയെ മാത്രം മതി, അങ്ങയെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് 38 പിരിച്ചോമനകള് ഇന്നിതാ തങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി മാത്രം തുറന്നു വെച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യർ ഏതെല്ലാം തരത്തിൽ ജീവിച്ച് മുന്നോട്ട് മുന്നേറിയാലും അവൻ അവസാനം വന്നു നിൽക്കുന്നത് ദൈവത്തിലാണ്.
അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തീവ്രമായ തീഷ്ണമായ ആഗ്രഹങ്ങളുടെ അവസാനം ദൈവമാണ്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊന്നും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ടാഗോർ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വസ്തുനിഷ്ഠമായി പഠിച്ച് ഒരുങ്ങി, നമ്മൾ മാതാപിതാക്കന്മാർ ഒരുങ്ങി, അതുപോലെ തന്നെ നമ്മുടെ മക്കളെ അത് പറഞ്ഞ് ഒരുക്കി നമ്മൾ ഇന്ന് ദേവാലയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഇതാ ഇവിടെ ഈ കുടുംബത്തിൽ സംജാതമായിരിക്കുന്നു. തീർച്ചയാണ് ഇങ്ങനെ തീർച്ചയായും നമ്മൾ ചിന്തിച്ച് സന്തോഷിച്ച് ആഹ്ലാദിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. നല്ല ഉച്ചയ്ക്ക് നല്ല സുന്ദരമായ വിരുന്ന്, സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ തന്നെ ഒരുക്കി സന്തോഷത്തിന്റെ മൂർത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളൊരു വട്ടി കൂടി ചിന്തിക്കും, ഈശോ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് സ്ഥായിയായിട്ടുള്ള എല്ലാം ആയിത്തീരുന്നത്. ടാഗോർ പറഞ്ഞതുപോലെ, എനിക്ക് അങ്ങേ മാത്രം മതി, അങ്ങേ മാത്രം കൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ? എന്റെ ശരീരവും എന്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് യോഗ്യതയോടെ ചെയ്യുവാൻ കൂടി നിങ്ങൾ പരിശ്രമിക്കണം എന്ന് യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലേഖനത്തിന്റെ ഒന്നാം ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ 23 തുടങ്ങി 30 വരെയുള്ള വാക്യത്തിലെ പൗലോസ്ലീഹ ഇത് വളരെ വസ്തുനിഷ്ഠമായ രീതിയിൽ വിവരിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മള് കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ചെയ്ത് നമ്മുടെ ഹൃദയത്തെ പുഷ്ടിപ്പെടുത്തുന്നതെന്ന് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഒരുക്കണം. ഈശോ നമുക്ക് വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ച് നമുക്ക് നൽകിയതുപോലെ നിഷ്കളങ്കമായ നിർമ്മലമായ രീതിയിൽ വക്രതയില്ലാതെ പൂർണ്ണമായി നമുക്ക് നൽകിയതുപോലെ നമ്മെ തന്നെ ഒരുക്കി പൂർണ്ണമായി മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുവാൻ തരത്തില് നമ്മൾ നമ്മെ തന്നെ ഒരുക്കണം. അങ്ങനെ ഒരുങ്ങി വിശുദ്ധിയോടുകൂടി പരിശുദ്ധിയോടുകൂടി മാത്രമായിരിക്കണം നമ്മള് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത്. ഇതൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഒരുക്കുകയാണ് നമ്മൾ ഇന്നും വിട്ടിരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ മറന്നിട്ടില്ല. പക്ഷെ ഈ ഒരുക്കമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ടോ? ഇന്ന് നമ്മുടെ ബുദ്ധിമുട്ടോടുകൂടി നമ്മളിവിടെ ആയിരിക്കുമ്പോൾ, ഈ വിശുദ്ധ ദേവാലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു ചെയ്ത് നോക്കുക. നമ്മുടെ ഹൃദയം വിശുദ്ധമാണോ? നമ്മുടെ ഹൃദയം പവിത്രമാണോ? എനിക്ക് അങ്ങേ മാത്രം മതി എന്ന് പറയാനുള്ള തന്റെ ഒരു ചക്കൂറ്റും കരുത്തും നമുക്ക് ഇപ്പോഴുണ്ടോ? അതോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന തരത്തില് ആടിക്കളിക്കുകയാണോ നമ്മുടെ ഹൃദയം? നമ്മുടെ ഹൃദയത്തിലെ പകയും വഞ്ചനയും കാപട്യം ഉണ്ടോ? നമ്മുടെ ഹൃദയം നിർമ്മലമാണോ? ഇതൊക്കെ ചിന്തിക്കേണ്ട ആ സുന്ദരമായ നിമിഷമാണിത്.
കൂടാരങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. വളരെ ശക്തമായി ഭക്തിപരമായ അന്തരീക്ഷത്തിലെ പരിശുദ്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഏൽപ്പിച്ചിട്ടുള്ള for this great and blessed day. We thank you, Jesus, for coming into our hearts. Lord, we know that you love us unconditionally, and this drop of your blood, you shed for our sins. Thank you, Jesus, for your love, which we experience in our daily life. Oh my Jesus, you have prepared me for your body and blood. Do not allow me to sin anymore. Keep me holy and pure in your sight. Help me to live in your love always. Oh my loving Jesus, I thank you for the very gift of my beloved parents who taught me to love you first. I offer you, Lord, my brothers and sisters whom I experience your love in my life. Oh Jesus, bless them and give them the necessary graces. Oh Lord Jesus, I offer my teachers who are really an inspiration for me to know you and love. Above all, keep them safe and grant them the grace to teach little children about you more and more. I bring before you all my friends and all those who have touched my life. Oh Lord, I thank you for the very gift of them. You allowed me to share your love with them. Guide them always through your right path. Lord, once again I raise my grateful heart to you for allowing me to see this day. Jesus my Lord, you be with me always and guide each of my steps. Bless all of us with your Holy Spirit and fill us with your love. Amen. for the final prayers. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും സദസ്യവും സമർപ്പിക്കുക. എല്ലാ നാളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങനെ ജീവിതായും ദൈവീയമായ വചനങ്ങളെ ആസ്വദിക്കുവാൻ
എന്നേക്കും. ആശീർവദിക്കണമേ. വടക്കേനകത്ത് കുര്യൻ കലങ്ങാടി, അമൽ നടുവേരകത്ത്, മാർട്ടിൻ കയ്യിൽ എന്നിവരെ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. സിസ്റ്റേഴ്സായ കൃപ CMC, വിടമിൻ CMC, അർച്ചന FCC, ലിസീന എന്നിവരെയും കേരളത്തിൽ നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് ഉറുവേലയുടെ ക്രമങ്ങൾ. ഉച്ചതിരിഞ്ഞ് ഡാൻസ് കോമ്പറ്റീഷനും ഫാഷൻ പരേഡ് കോമ്പറ്റീഷനും ഉണ്ടായിരിക്കും. എല്ലാവരെയും ആർദ്രവുമായി ക്ഷണിക്കുന്നു. നാളെ ദർഹാ പെരുന്നാളാണ്. രാവിലെ 6:30 ധർമാരാം ചാപ്പലിലും സെന്റ് തോമസ് നഗറിലും ആഘോഷമായ വിശുദ്ധ ബലി ഉണ്ടായിരിക്കുന്നതാണ്. എന്നെ നിന്റെ മുമ്പിൽ നൽകിയിടുന്നേ, എൻ പാപമേതും മായിച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ, ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുവേഗം ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമായി. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം.
വചനങ്ങളിൽ ആശ്വാസം തേടുവിൻ. വചനമേകും സാന്ത്വനം വിശ്വസിച്ചു നേടുവിൻ. ദുഃഖവും ദുരിതവും നീങ്ങിടും. ദൈവവചന സാക്ഷ്യമേകാൻ വന്നിടൂ. യേശുവിൻ വചനങ്ങളിൽ ആശ്വാസം തേടുവിൻ. വചനമേകും സാന്ത്വനം വിശ്വസിച്ചു നേടുവിൻ. ജീവിതത്തിൻ സാഗരത്തിൽ തീരം തേടി അലയുമ്പോൾ ആശകൾ പ്രതീക്ഷയെല്ലാം തിരകളിൽ പെട്ടുലയുമ്പോൾ ശക്തി നൽകും ദൈവവചനം, മുക്തി നൽകും തിരുവചനം. യേശുവിൻ വചനങ്ങളിൽ ആശ്വാസം തേടുവിൻ. വചനമേകും സാന്ത്വനം വിശ്വസിച്ചു നേടുവിൻ. സ്വാർത്ഥമാമെൻ ഹൃദയത്തിൽ വ്യർത്ഥമാം പ്രതീക്ഷകൾ അർത്ഥവും അനർത്ഥവും എൻ ജീവിതം തകർക്കുമ്പോൾ ശക്തി നൽകും ദൈവവചനം, മുക്തി നൽകും തിരുവചനം. യേശുവിൻ വചനങ്ങളിൽ ആശ്വാസം തേടുവിൻ. വചനമേകും സാന്ത്വനം വിശ്വസിച്ചു നേടുവിൻ. ദുഃഖവും ദുരിതവും നീങ്ങിടും. ദൈവവചന സാക്ഷ്യമേകാൻ വന്നിടൂ. യേശുവിൻ വചനങ്ങളിൽ ആശ്വാസം തേടുവിൻ. വചനമേകും സാന്ത്വനം വിശ്വസിച്ചു നേടുവിൻ. കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൽ തുള്ളാതടി തുളുമ്പാതടി തമ്പുരാട്ടി.
കുണുങ്ങാതടി കുറുമ്പുകാരി. നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി പെണ്ണോ തുള്ളുന്നു. ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടിയോലവാലി. വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണു. തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ? ഏലമലക്കാവിൽ ഉത്സവമായോ നീലനില പെണ്ണേ. അമ്മാനമാടി വരൂ പൂങ്കാറ്റേ, നിന്നോമലൂയലിൽ ഞാനാടിടാം. മാനേ പൂന്തേനെ നിന്നെ കളിയാക്കാൻ പൊന്നാതിര പോറ്റും ചെറുകാണാക്കുയിൽ പാടി. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടിയോലവാലി. വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി. കരിമഷിക്കണ്ണൊന്നെഴുതാൻ പുഴ കണ്ണാടിയായി നോക്കി. കൊലുസുകൾ കൊഞ്ചിച്ചണിയാൻ നല്ല മുത്താരവും തേടി. പൂവനിയിൽ മേയും പൊന്മകളെ നിൻ പൊന്നിതളായി ഞാനും. കുമ്പാളക്കുമ്പിളിലെ തേൻ കായോ തൂവാനത്തുമ്പികളെ നീ വായോ. ദൂരെ വിണ്ണോരം തിങ്കൾ പൊലിയാൻ
മുടിച്ചോപ്പുമായും മാനത്താരോ മാരിവില്ലിൻ തൊങ്ങൽ തൂക്കും നിന്റെ ചെല്ലക്കാതിൽ കുഞ്ഞിക്കമ്മലെന്നോണം. അറിയില്ലെന്ന് കേക്കണ്ടേ നമുക്ക്? എനിക്കറിയില്ലെന്ന് എന്തെങ്കിലും പാട്ട് എല്ലാവരും എടുക്കാൻ പറ്റേ അപ്പൊ ആയിക്കോട്ടെ എന്നും നിന്റെ ഉള്ളിൽ തുള്ളിത്തൂവും കുഞ്ഞു വെള്ളി കിണ്ണത്തിൽ നീ കാച്ചിവെക്കും ചെല്ല പൈമ്പാൽ ഞാൻ കുടിച്ചോട്ടെ. Thank you.